അതൊക്കെ എൻ്റെ ഒരു വേദനയായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ കെ കരുണാകരൻ്റെ മകളോടൊക്കെ ഇങ്ങനെ കാണിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ സുധാകരനോടൊക്കെ കാണിക്കുന്നതിൽ എന്താ ആവശ്യം? അദ്ദേഹം ഒരിക്കലും വഴിയാധാരമാവില്ല. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും അദ്ദേഹത്തിനൊരു സീറ്റ് അവിടെ ഉണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് തുടങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ് BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി. അവർ ഓരോ മേഖലകളിലേക്കും പതുക്കെ പ്രവർത്തനങ്ങളുമായി ഇറങ്ങുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം സുപരിചിതമാണ്. ഇത്തവണ അത് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പല മേഖലകളിലും തനിക്ക് വോട്ട് വരുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നു. പത്മജ വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് 3ാമത്തെ തവണയാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ നിസ്സാരമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇത്തവണത്തെ പ്രതീക്ഷ എന്താ? വളരെയധികം പ്രതീക്ഷയോട്ട് തന്നെയാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എവിടേക്കോ ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷേ ഇപ്രാവശ്യം BJP ആയതുകൊണ്ട് എൻ്റെ ഒരു ആത്മവിശ്വാസം അങ്ങനെ എന്താ പറഞ്ഞാൽ അവർക്ക് പ്രസ്ഥാനത്തിനോടാണ് താല്പര്യം, അല്ലാണ്ട് ഒരു വ്യക്തിനെ തോൽപ്പിക്കുക അതൊന്നും അവരുടെ രീതിയല്ല. അതുകൊണ്ട് ആരാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞാൽ അവർ ശക്തമായിട്ട് അങ്ങ് ഇറങ്ങും. അത് വലിയൊരു ആശ്വാസമാണ് എനിക്ക്. കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയവർ ഇപ്പോഴും ഇവിടെ സജീവമായിട്ടുണ്ടോ? ഉണ്ടല്ലോ, കോൺഗ്രസ്സിൽ അത് അവർ സജീവമായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഇനി ഞാൻ കിടക്കുന്നില്ല. കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് എന്തിനാ, അതൊക്കെ എൻ്റെ ഒരു വേദനയായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഒരു പക്ഷേ കഴിഞ്ഞ BJPയിലെ നേതാക്കളെയും പ്രവർത്തകരെക്കാൾ കൂടുതൽ പരിചയം കോൺഗ്രസ് തൃശ്ശൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളായിട്ടാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് വിട്ടുവരാൻ തയ്യാറായിട്ടുള്ള നേതാക്കൾ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നു? ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. BJPനെ ഇപ്രാവശ്യം വിജയിപ്പിച്ചാൽ കുറേയധികം നേതാക്കൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സുധാകരേട്ടൻ്റെ മാരത്തുള്ള ആൾക്കാരൊക്കെ എന്തൊരു അതൃപ്തിയാണ് ഇപ്പോൾ അവർക്കൊക്കെ. അപ്പോൾ എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ കെ കരുണാകരൻ്റെ മകളോടൊക്കെ ഇങ്ങനെ കാണിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ സുധാകരനോടൊക്കെ കാണിക്കുന്നതിൽ എന്താ അതിശയം? ഈ കരുണാകരനെ തോൽപ്പിച്ച ഒരു സ്ഥലമാണ് അതിനോടുള്ള അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താ? കാരണം അത് എനിക്കറിയാം, അച്ഛൻ മരിക്കുന്നവരെ അച്ഛൻ്റെ മനസ്സിൽ അതൊരു വേദനയായിരുന്നു. എപ്പോഴും പറയും, ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചതും തൃശ്ശൂരത്തെ ആളുകളെയാണ്, പക്ഷെ അവർ എന്നെ ചതിച്ചു. അപ്പോൾ അതൊരു വേദനയായിട്ട് എന്നെ കിടന്നത്, അതൊരു ശാപമാതിരിയാണ് എനിക്ക് തോന്നിയിരുന്നത് ആ വിഷമം. പിന്നെ അത് കഴിഞ്ഞ് വന്ന് മുരളിയേട്ടനെ ആയാലും എന്നെ ആയാലും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കണ്ട തൃശ്ശൂരുകാരെല്ലാം നല്ലതാണ്. അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമായിരിക്കും, അത് ഏത് നാട്ടിലും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഇങ്ങോട്ട് വരാനുള്ളൊരു ആത്മവിശ്വാസം. ഇവിടുത്തെ ജനങ്ങളെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അവരെന്നെ ഇപ്രാവശ്യം വിജയിപ്പിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനകത്തും വിഷയങ്ങൾ വരുന്നുണ്ട്. കെ സുധാകരനെ പോലുള്ള ആളുകൾ വല്ലാതെ അസ്വസ്ഥതാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അവർക്ക് ഇനി അവിടെ നിന്ന് വിട്ട് BJPയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടോ? അപ്പോൾ അല്ല, തീർച്ചയായും അങ്ങനെ ഒരാൾ ശരിക്കും BJPയിലേക്ക് വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെയും കൂടി ആവശ്യമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നപ്പോഴും എനിക്ക് ഏറ്റവും അധികം മാനസിക അടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സുധാകരേട്ടൻ. ഇന്നും ഞാൻ സുധാകരേട്ടനെ വിളിക്കുള്ളൂ. അതൊക്കെ ഒരു വ്യക്തി ബന്ധത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം ഒരിക്കലും വഴിയാധാരമാവില്ല. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും അദ്ദേഹത്തിനൊരു സീറ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഏത് മേഖലകളിൽ നിന്ന് ഇപ്പോൾ പിന്നെ എല്ലാ മേഖലകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ പരിചയങ്ങളുണ്ട്. ഏത് മേഖലകളിൽ നിന്ന് കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരാളല്ല. എല്ലാ ജാതി മതം പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെ വോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്ക്, അതിന് മുൻപത്തെ തവണ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വോട്ടിന് ഇത്തവണ അത്തരത്തിൽ കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു ഭീഷണി ഇത്തവണ ഉണ്ടോ? ഇല്ല, ഭീഷണിയൊന്നുമില്ല. നമുക്ക് BJPക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന തൃശ്ശൂരുകാരുടെ വോട്ട് എനിക്ക് കിട്ടും. BJPയുടെ മുഴുവൻ വോട്ടും ഒന്നും ചോർന്നു പോകാതെ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ധൈര്യം എനിക്ക് കോൺഗ്രസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ BJPയിൽ എനിക്ക് ആ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ, പാർട്ടിക്കാർ മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്കിവിടെ ഉണ്ട്. അവരെന്നെ സ്നേഹിക്കും, ഉറപ്പാണ്. അവരെന്നെ സഹായിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണത്തെ 2 തവണ പറ്റിയ തെറ്റ് ഇത്തവണ തൃശ്ശൂർ തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അവർക്ക് തന്നെ പലരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ ചേച്ചി തോറ്റയിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ എല്ലാ കടകളിലൊക്കെ പോകുമ്പോൾ അവരെന്നോട് പറയുമായിരുന്നു, ചേച്ചി ഇങ്ങോട്ട് വരിക വേണ്ട, ചേച്ചി ഉറപ്പായിട്ട് ജയിക്കുന്നു. അപ്പോൾ അത്രയും ഒരു ആത്മവിശ്വാസവും സന്തോഷവും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം പറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നു പോയി. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് എല്ലാവരും ചോദിച്ചു ഇപ്പോഴും എന്തിനാണ് തൃശ്ശൂർ വരണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തൃശ്ശൂരിലുള്ള വിശ്വാസമാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്.
ഏതായാലും കഴിഞ്ഞ 2 തവണത്തെ തെറ്റ് ഇത്തവണ തൃശ്ശൂർക്കാർ തിരുത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് പത്മജ വേണുഗോപാലുള്ളത്. അതുകൊണ്ട് തന്നെ ചിട്ടയിപ്പിച്ച പ്രവർത്തനത്തിലൂടെ ഇത്തവണ വിജയം നേടുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് പത്മജ വേണുഗോപാൽ. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.